നമസ്കാരം. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനും പൂർണ്ണതയിലെത്തിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. എന്നാൽ സുഗമമാകുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും വേണ്ട. ഒരു പക്ഷേ ഈ ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ ചെയ്തു തീർക്കുവാൻ കുടുംബകാര്യങ്ങളിൽ ഉള്ള ശ്രദ്ധ കുറയ്ക്കേണ്ടതായ സാഹചര്യങ്ങളോ ഈ കുടുംബപരമായിട്ടുള്ള ചില ചുമതലകൾ കുടുംബാംഗങ്ങളെയോ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. വ്യാപാരത്തിൽ മാന്ദ്യമുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും. ഭാവനകൾ യാഥാർത്ഥ്യമാകുവാൻ സാധിക്കും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ പരിഗണിക്കും. ആധ്യാത്മിക പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും. നഷ്ടപ്പെട്ട ഉദ്യോഗത്തിൽ പുനർനിയമനം ലഭിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് ചർച്ചകൾ നയിക്കുവാനും പൂർണ്ണതയിലെത്തിക്കുവാനും സാധിക്കും. ഒരുപക്ഷെ വ്യാപകമായിട്ടുള്ള പകർച്ചവ്യാധിയിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള സാധ്യതയുണ്ടെങ്കിലും രണ്ടാമത്തെ പകുതിയിൽ അതിൻ്റെ ലാഞ്ചന എന്ന നിലയിൽ ചില അസുഖങ്ങളെല്ലാം വന്നു ചേരുവാൻ യോഗമുണ്ട്. എന്നാൽ നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരുവാനും ആരോഗ്യ സംരക്ഷണത്തിനോട് ബന്ധപ്പെട്ട് പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതികൾ അവലംബിക്കുവാനുമുള്ള അവസരമുണ്ടായിത്തീരും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർന്നുകിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനുമുള്ള അവസരമുണ്ടായിത്തീരും. നിരവധി കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുന്നത് വഴി ആത്മവിശ്വാസം വർദ്ധിക്കുമെന്ന് മാത്രമല്ല മറ്റ് ചില കർമ്മ പദ്ധതികൾ ഏറ്റെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരും. മക്കൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശിപ്പിക്കുവാൻ സാധിക്കുന്നത് വഴി സമാധാനം, സ്വസ്ഥത എന്നിവ എല്ലാ പ്രകാരത്തിലും വന്നു ചേരും. അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികൾ ഓണക്കാല അവധിക്ക് വന്നു ചേരുമെന്നറിഞ്ഞതിനാൽ സമാധാനം, സ്വസ്ഥത എന്നിവ എല്ലാ പ്രകാരത്തിലും ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ വന്നു ചേരുവാൻ യോഗമുണ്ട്. നമസ്കാരം.